മധ്യ കേരളത്തിൽ ട്രെയിനുകൾ വൈകിയോടുന്നു. ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണതാണ് പ്രശ്നം. വൈദ്യുതി ലൈൻ തകരാറിലായി. കോട്ടയം ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് ഇപ്പോൾ ഗതാഗത തടസ്സം നേരിടുന്നത്. ചില ട്രെയിനുകളൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, എന്താണ് ശരിക്കും ഉണ്ടായത്? എത്ര ട്രെയിനുകൾ ഇപ്പോൾ യാത്ര ഇടയ്ക്ക് അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുകയാണ്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട, ഈ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്ന യാത്രക്കാർ എന്തൊക്കെയാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഈ വൈകിട്ട് 6:50 കൂടിയാണ് ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും ഇടയിൽ ട്രാക്കിൽ മരം വീണത്. ഈ മരം വീണതോടെ തന്നെ ഈ വൈദ്യുതി ലൈന് തകരാറുകൾ സംഭവിച്ചു. ഇതോടുകൂടിയാണ് ഈ പാതയിൽ ട്രെയിൻ ഗതാഗതം നിലവിൽ തടസ്സപ്പെട്ടിരിക്കുന്നത്. 5ഓളം ട്രെയിനുകൾ വൈകുമെന്നാണ് റെയിൽവേ നിലവിൽ അറിയിക്കുന്നത്. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്, ഒപ്പം തന്നെ തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ഗരീബ്ഗർ എക്സ്പ്രസ്, തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം ജംഗ്ഷൻ സ്പെഷ്യൽ ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകുമെന്നാണ് റെയിൽവേ പറയുന്നത്. എന്തായാലും നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്കുള്ള ഒരു ട്രാക്കിലാണ് പ്രശ്നമുള്ളത്. തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിൽ നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രാക്കിലൂടെ നിലവിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ടെന്നും റെയിൽവേ നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ ഇലക്ട്രിക് വിഭാഗം ജീവനക്കാരും സ്ഥലത്തുണ്ട്. അവർ എത്രയും വേഗം ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഉടൻ തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ട്രെയിൻ ഗതാഗതത്തെ പൂർണ്ണമായും ഇത് ബാധിച്ചിട്ടില്ല. പക്ഷേ ഈ സമയങ്ങളിൽ നിലവിൽ ഈ ട്രാക്കിൽ ഇപ്പോൾ മരം വീണ് സാങ്കേതിക പ്രശ്നമുണ്ടായി. ഈ ഘട്ടത്തിൽ ഇതുവഴി കടന്നു പോകേണ്ട ട്രെയിനുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ തന്നെ ഇത്തരത്തിൽ വൈകാൻ സാധ്യതയുള്ള പിടിച്ചിട്ടിരിക്കുന്ന ഇത്തരം ട്രെയിനുകളുടെ പട്ടിക ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ സമയം ഈ ട്രാക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിന്റെ അറ്റകുറ്റപ്പണികൾ വൈകിയാൽ കൂടുതൽ ട്രെയിൻ ഗതാഗതം വൈകും എന്ന് തന്നെയാണ് റെയിൽവേ സൂചിപ്പിക്കുന്നത്. പക്ഷെ പരമാവധി വേഗത്തിൽ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം എഞ്ചിനീയറിംഗ്, റെയിൽവേയുടെ ഇലക്ട്രിക് വിഭാഗവും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഒരു ട്രാക്കിലൂടെ ട്രെയിനുകൾ എന്തായാലും കടന്നു പോകുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച്, ട്രെയിനുകളിലുള്ള ആളുകളെ സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ട്രെയിനുകൾ ഈ പ്രദേശത്ത് അപകടമുണ്ടായ സ്ഥലത്ത് വേഗത കുറച്ചുകൊണ്ട് ഈ വഴിയിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ കോട്ടയം ഭാഗത്തേക്കുള്ള ട്രാക്കിലെ പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ കൂടുതൽ ട്രെയിനുകൾ ഇത് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ അത്തരം ഒരു അവസ്ഥയില്ല. നിലവിൽ റെയിൽവേ 5 ട്രെയിനുകളുടെ പട്ടിക ഉൾപ്പെടെയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് വിഭാഗം ജീവനക്കാർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയിരുന്നതിലും വൈകി ഓടുന്ന ട്രെയിനുകളുടെ വിശദാംശങ്ങൾ നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ടിക്കറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. യാത്രക്കാർ എന്തായാലും ശ്രദ്ധിക്കുക.